ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്, ഞാനും ഉണ്ട് കൂടെ. ട്രിവാൻഡ്രത്ത് നിന്ന് പറന്ന് ആലപ്പുഴ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവനോട് ചോദിച്ചു ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇവന് പോലും അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതാണ് അറിഞ്ഞൂടെങ്കിൽ പിന്നെ അന്വേഷിച്ചങ്ങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അന്വേഷിക്കുന്ന വീഡിയോ ആണ്, ആരും സ്കിപ്പ് അടിക്കരുത്. വീഡിയോ മൊത്തത്തിൽ കാണണം. അന്വേഷിക്കാൻ പോവല്ലേ? അന്വേഷിക്കാൻ പോവാം. പക്ഷെ അതിന് പടത്തിന് പോകണോ? പടത്തിന് പോകണം. ഓക്കെ ഓക്കെ. 7 നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തി. എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്നൊക്കെയാണ് ആലപ്പുഴ ബീച്ചിൽ. പക്ഷെ അങ്ങോട്ട് നോക്കടാ, ഒരു പട്ടായ വൈബ് ഇല്ലേ? ആ സൈഡിലെ കടയൊക്കെ ഒരു പട്ടായ വൈബ് തോന്നുന്നു. ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള പട്ടായ, അല്ലാതെ ഒറിജിനൽ പട്ടായ ഞാൻ കണ്ടിട്ടില്ല. ഒറിജിനൽ പട്ടായ ഞാൻ കണ്ടിട്ടില്ല. ഒരു പട്ടായ ഫോട്ടോയിൽ കാണുന്ന അതും ഓക്കെ. ഇനി അങ്ങോട്ട് കാണിച്ചു, അങ്ങോട്ട് മൊത്തം ഇരുട്ടാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ 7 മണിയായുള്ളൂ. 7 മണിയാകുമ്പോഴത്തേക്കും കൂടുതലും ഫാമിലീസും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ശനിയാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഭയങ്കര കുറവുണ്ടല്ലോ. ഭയങ്കരമായിട്ട് കുറവുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഭയങ്കര കുറവാണ്. വെട്ടം സാധനമില്ല. ഈ കടകളുടെ വെട്ടം മാത്രമല്ല, അല്ലാണ്ട് ഇങ്ങനെ മൊത്തം ഇരുട്ടായിരിക്കും. ഇതിപ്പോൾ 7 മണി സമയമാണ്. നമുക്കിനി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ വന്ന് നോക്കാം ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സമയം 10:36 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുല്ലക്കലാണ്. മുല്ലക്കൽ തിരുവോരങ്ങനാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് എല്ലാ കടയും അടച്ചിട്ടുണ്ട്. ബിക്കോസ് വേറൊന്നുമല്ല, റീസൺ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നൈറ്റ് ഓപ്പണായി ഇരിക്കേണ്ട കടകളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം ജ്വല്ലറീസ് അതുപോലെ കടകളൊക്കെയാണ്. പിന്നെ ആപ്പടലൊരു ബേക്കറി പ്രീമിയർ ബേക്കറിയാണ്. അത് നൈറ്റ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. അത് കാരണം ബാക്കി എല്ലാ ഏരിയയും മുല്ലക്കൽ ക്ലോസ്ഡ് ആണ്. നമ്മൾ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും മുല്ലക്കൽ ഏരിയയാണ് ഫസ്റ്റ് വന്നത്. ആ ഏരിയ മൊത്തം ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മുടെ വണ്ടാന ഭാഗത്ത് എവിടെ നമ്മൾ കുറച്ച് ഫുഡ് സ്പോട്ട് തുടങ്ങിയിട്ടില്ലേ? കുറച്ച് നമ്മുടെ എറണാകുളത്തെ കണ്ട പോലെ ഒരു ഏരിയ മൊത്തം ഫുഡ് സ്പോട്ടുകളായിട്ടൊരു ഏരിയ തുടങ്ങിയിട്ടില്ലേ? അപ്പം നമുക്കതിൽ അവിടെ പോയി നോക്കാം. അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ആദ്യമേ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. മൊത്തത്തിൽ നെഗറ്റീവ് ആണല്ലോ, അല്ലെങ്കിൽ പോസിറ്റീവ് കൂടെ വേണ്ടേ? കപ്പലിന് കണ്ടി പോകണം. ഒരു 10 സെക്കൻഡ് മതിടാ. ഞാനിപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ബസ്സൊക്കെ പോകുന്ന ആ റൂട്ടില്ലേ, അവിടെ നിൽക്കുക. അത് മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണേ. ഇവിടെയും ഒരു ആളും തിരക്കുമില്ല. ഇപ്പം സമയമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ 10:30-11 അടുപ്പിച്ചായുള്ളൂ. പക്ഷേ വണ്ടിയൊക്കെ കുറഞ്ഞ് എല്ലാം കുറഞ്ഞൊരു വിജനമായ വീടാണ്. വിജനമായിട്ട് കിടക്കുന്ന ഫുള്ള്. എന്താ അവസ്ഥ? പിന്നെ ഞാൻ പറഞ്ഞു എന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വൈബ് എത്തി കേട്ടോ. എൻ്റെ പോലെ കറക്റ്റ് വൈബ്, നല്ല വൈബാണ്. പക്ഷെ ഇത് ആലപ്പുഴയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല വൈബാണ്. പക്ഷെ ഇത് എവിടെയായിരുന്നു വേണ്ടത്? മുല്ലക്കൽ അവിടെ എവിടെയെങ്കിലും വേണമായിരുന്നു. സത്യം മുല്ലക്കൽ അവിടെ നൈസായിരുന്നു. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തേക്കാം. വിശപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു. അങ്ങനെ വിശപ്പിൻ്റെ കാഠിന്യം മൂലം നമ്മൾ ഫസ്റ്റ് കണ്ട കടയൊക്കെ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ഏകദേശം ഫുഡും കാര്യങ്ങളും ഫിനിഷ് ആയിരുന്നു. അപ്പോൾ ആ ഫിനിഷ് ആയതിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ നല്ല രീതിക്ക് ആൾക്കാർ വരുന്നതെന്നറിയാം. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നേരെ അവിടെ പോയി കഴിക്കാൻ തുടങ്ങി. ഷിഫിന് നല്ല വിശപ്പുള്ള കാരണം അവൻ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. ഞാനപ്പം നമ്മുടെ ബോൺ ബ്ലാഷ് എന്ന് പറഞ്ഞ കടയിലായിരുന്നു. അപ്പോൾ അവിടെ കയറി 2 മോജിറ്റയും അവൻ ഓൾറെഡി ഒരു ഷെയ്ക്ക് പറഞ്ഞത് സ്ട്രോബെറി ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ക്കാണ് അവൻ ഓർഡർ ചെയ്ത്. ഞാനൊരു മൊജിറ്റയും ഓർഡർ ചെയ്തു. എൻ്റെ പോലും ഇത് കിട്ടില്ല സാധനം. വേറെ റേഞ്ച് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സാധനം. ഞാൻ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, ബോൺലെസ് എന്നാണ് കടയുടെ പേര്, തെറ്റിപ്പോയതാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത വാട്ടർ മെലണിൻ്റെ ഒരു മൊജിറ്റോ വന്നു. അതും മൊജിറ്റോ പിന്നെ എല്ലാം നോർമൽ ആയിരിക്കും. പക്ഷേ ആ സ്ട്രോബെറി സ്പെഷ്യലാണ് എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയത്. നിങ്ങളുടെ ഒരു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കിടിലനാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്നറിയോ, ഇവിടെയാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് വന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട്. പിള്ളേരാണേലും അതുപോലെ എല്ലാവരും വന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സാധനം ടൗണിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തോരം കിടിലനായിരിക്കുന്നില്ല. എന്നാൽ അവിടെ നല്ല ക്ലീനും നീറ്റും എല്ലാം സെറ്റപ്പും ഉണ്ട്. ഒരു തരി വേസ്റ്റ് അവിടെയൊന്നും കാണുന്നില്ല. എല്ലാം വേസ്റ്റും അതും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലൊരു സാധനം ടൗണിൽ വരണം എന്നാണ് എന്നെപ്പോലുള്ള ആൾക്കാരുടെയും കൂടി ആഗ്രഹം. ആലപ്പുഴയിൽ ഇത്രയും വർഷമായിട്ടും എപ്പോഴും ഞാൻ എൻ്റെ അറിവിൽ മിക്കപ്പോഴും നൈറ്റ് ഓൺ ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ടൈം കടയുണ്ടാകും. എന്ന് വെച്ചാൽ കുറേ നാൾ മുമ്പ് തന്നെ പുട്ടും കെട്ടിനുള്ള കാരണം അതുള്ളത് കൊണ്ട് അതിൻ്റെ സൈഡായിട്ടുള്ള കുറേ കടകളും ഉള്ളതുകൊണ്ട് ഈ ഏരിയയിൽ ഫുൾ ടൈം ഓണായിരിക്കും. ഇതാണ് മെയിനായിട്ട് നൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നൊരു സാധനം ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആലപ്പുഴയാണ്. ഇത് കണ്ട, ഇതാണ് നമ്മുടെ EMS സ്റ്റേഡിയം കേട്ടോ. ഷിപ്പിന് EMS സ്റ്റേഡിയം
പക്ഷേ ഇത് കൊച്ചിയിലെ സ്റ്റേഡിയം വെച്ച് നോക്കാൻ നോക്കി ഒരു തേങ്ങയില്ല ഇവിടെ, ഒരു പെണ്ണാക്കും ഇല്ല. ആപ്പടെ അവിടെ നിന്നിട്ട് ഒരു ഇവിടെ ഒരു തട്ടുകടയുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇത് ഏകദേശം കാണുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ നിൽക്കുന്നത് വെള്ളക്കിണർ ഭാഗത്താണ്. ഇവിടെ ആ ഷെയ്ക്ക് കടയുണ്ട്, പിന്നെ ഇവിടുത്തെ കടകളൊക്കെ അത്യാവശ്യം ഓണാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് കട എല്ലാവരും ഇവിടെ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഏരിയ. ഇതുപോലെ ആയിരുന്നു മുല്ലയ്ക്കൽ സ്ട്രീറ്റും വരേണ്ടിയിരുന്നത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നുമില്ല. കുഴപ്പമില്ല, അത് മുല്ലയ്ക്കൽ ചിറപ്പ് വരുമ്പോഴത്തേക്ക് ഓണായിക്കോളും. അതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് മറ്റേ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കിടക്കുന്ന കാരണം ഇവിടെയും കടകളൊക്കെ കുറച്ച് ഓപ്പൺ ആയിരിക്കണം. പിന്നെ ആ കടയില്ലേ, ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കട, അത് മിക്കപ്പോഴും വർഷങ്ങാട്ടുള്ള കടയാണ്, ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. സമയം ഇപ്പോൾ 12:28. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിൽ. ഒരു ഒറ്റ കടയിലും ഒന്നുമില്ല. നമ്മൾ കുറച്ച് പേര് 7 മണി സമയത്ത് വന്ന് വരുന്നത് കണ്ടപ്പോഴത്തേക്കുള്ള ഇതേ അല്ല. എന്നാലും ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഉള്ളത് മൊത്തം പയ്യന്മാരൊക്കെയാണെന്നുണ്ടെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ കടയിലൊന്നുമില്ല. മൊത്തത്തിൽ ഒരുമാതിരി അബാൻഡായിട്ട് കിടക്കണം. ഫാമിലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ശനിയാഴ്ച കൊണ്ടാണെന്ന് തോന്നുന്നു. ആരോണ്ടൊക്കെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഫ്ലാഷ് അടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക്, എൻ്റെ മുഖത്തടിയാ. സത്യം പറഞ്ഞാൽ നമ്മൾ വൈബിയിൽ പോയപ്പോഴത്തേക്കും കണ്ടെന്താ അവിടെ അതുപോലെ സാധനം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നടാ? അത് നൈസായിരുന്നു. അതുപോലെ സാധനം ഇവിടെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഇവിടെ ആയിരുന്നു, ഇവിടെയും വേണം, മുല്ലയ്ക്കൽ സ്ട്രീറ്റിലും വേണം എന്നാണ് എൻ്റെ ഒരു ഇത്. സത്യം പറഞ്ഞാൽ വൈബി പോലെ സാധനം ഇവിടെ ആരെന്ന് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ വേണ്ട. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ റേഞ്ച് ആയേനെ. എന്നുവെച്ചാൽ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള കടക്കാരെല്ലാവരും തുറക്കും. പിന്നെ അതിനനുസരിച്ച് വേറെ കടകൾ വരാൻ തുടങ്ങും. ഫുൾ ആക്റ്റീവ് ആവും. എല്ലാവരും ഇവിടെ തന്നെ വരത്തുള്ളൂ, ബീച്ചിലേ വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ ഹൈവേയുടെ പണി കഴിയുമ്പോഴത്തേക്കും ബീച്ച് ഫുൾ ആക്റ്റീവ് ആകും എന്നൊരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. ആണോ? കറക്റ്റാണോ? ആണോ? ഇവൻ RGയിൽ വർക്ക് ചെയ്യുന്ന ഇവന് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ എന്നാലും കടകളൊക്കെ വേണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത് കൊറോണയ്ക്ക് മുന്നേ വരെ രാത്രി കാലങ്ങളിലൊക്കെ ആൾക്കാർ ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷേ കൊറോണ വന്നതിന് ശേഷം ആ ലോക്ക്ഡൗണിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തോ അറിയില്ല. എന്നാലും കടകളൊന്നും ഇല്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ അവിടെയാണ്. ഇവിടെയൊക്കെ ഒരു മനുഷ്യപ്പൂച്ചക്കാളി പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഉടനെ നൈറ്റ് ലൈഫ് വരുമെന്നാണ് ഷിഫിൻ സാറിന് കിട്ടിയ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ കടയൊക്കെ ഉണ്ടായിരുന്നു, വൈകുന്നേരമൊക്കെ കടയൊക്കെ ഉണ്ട്, അതെല്ലാം അടച്ചു പോയി, മൊത്തം അടച്ച്. പക്ഷേ ഈ ലൈറ്റ് ഹൗസ് വർക്കിംഗ് ആണ്, നല്ല കിടിലാണ് രാത്രി കാണാനൊക്കെ ആയിട്ട്. പക്ഷെ എന്നാലും നൈറ്റ് ലൈഫും കൂടി ഇവിടെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ വരികയൊക്കെ ചെയ്യൂടെ, അല്ലടാ? ഉടനെ വരുമെന്നാണ് പറഞ്ഞു കേട്ട അറിവ്. ഓക്കെ, അറിയില്ല എത്രമാത്രം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ആക്റ്റീവുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ KSRTC സ്റ്റാൻഡാണ്. ഇവിടെ പിന്നെ ബസ് വന്നും പോകുന്ന കാരണം സൈഡിൽ കടയുണ്ട്, ചായക്കടയുണ്ട്, അതുണ്ട് ഇതുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. അത് നല്ലൊരു ആക്റ്റീവായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഷിഫിനെ വൈൻഡപ്പ് ചെയ്യാനുള്ള വീഡിയോ ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫുള്ളൊരു കൺക്ലൂഷൻ കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. കൊള്ളാം. നിങ്ങൾക്ക് KSRTC സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ രാത്രിക്ക് ചായ കുടിക്കാൻ തോന്നി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വന്ന് ചായ കുടിച്ചിട്ടൊക്കെ പോവാം, അല്ലേ? ഷിഫിൻ ഉറക്കം വന്ന് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ആക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഞാൻ വീട്ടിലെത്തി. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആലപ്പുഴ വന്നിട്ട് പോകാനാണെങ്കിലുള്ള ബെസ്റ്റ് പ്ലേസ് വൈബിൽ പോവാം. അതായത് ടൗണിൽ നിന്ന് ഒരു 16 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് വൈബി ഉള്ളത്, അതായത് നമ്മുടെ വണ്ടാനത്തിന് മുമ്പായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഓപ്ഷൻസ് അറിയുന്നത് ആലപ്പുഴ ബീച്ചിൽ പോകണമെങ്കിൽ 10-11 വരെയൊക്കെ ബീച്ച് ആക്റ്റീവ് വരെയും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മാക്സിമം 10 മണിയാൻ തോന്നുന്നു. പിന്നെ നമ്മുടെ മെഡിക്കൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ പോകാം. അത്രയൊക്കെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. അല്ലാണ്ട് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു തട്ടുകടകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വളരുന്നില്ല. ഈ വൈബി എന്ന് പറഞ്ഞ സാധനം മുല്ലയ്ക്കലാണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഏരിയ ഫുൾ, അതായത് മുല്ലയ്ക്കൽ ടൗൺ ഏരിയയിലാണെങ്കിൽ ആ ഏരിയ ഫുൾ ആക്റ്റീവ് ആയതിനെ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ ബീച്ചിൻ്റെ ഹൈവേയുടെ പണികൾ നടക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പോൾ എത്ര ആക്റ്റീവ് അല്ലാത്തത്. അത് കഴിയുമ്പോഴത്തേക്കും ഫുൾ നൈറ്റ് ആക്റ്റീവ് ആക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ന്യൂസിൻ്റെ അവിടെ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു കൂടി ഇഷ്ടമെന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ, ആലപ്പുഴ നൈറ്റ് ലൈഫിനെ പറ്റി അറിയാവുന്ന അറിവുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.